ഹായ് ഗായ്സ്, 49 ഡേയ്സ് ഓഫ് 75 ഹാർഡ് ഡേയ്സ് ചലഞ്ച്. ഇന്ന് ഞാനൊരു യാത്ര പോയതിനെ കുറിച്ച് പറയാം. അപ്പം എങ്ങോട്ടാന്ന് വെച്ചാൽ കൊട്ടിയൂരിലേക്കാട്ടോ. എനിക്ക് 5 വയസ്സുള്ളപ്പോൾ മുതൽ ഞാൻ എൻ്റെ അമ്മമ്മേൻ്റെ കൂടെ പോകാൻ തുടങ്ങിയതാണ്. അപ്പം ഇന്ന് 5:30 ഇറങ്ങിയതുകൊണ്ട് തന്നെ യോഗക്കും ജിമ്മിനൊന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ രാവിലെ 3 മണിക്ക് എണീച്ച് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഞാൻ ഇറങ്ങിയത്. എൻ്റെ ഫസ്റ്റ് പോയത് പിഷാരികാവ് അമ്പലത്തിലാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ പോകുന്നത്. ഇവിടെ നല്ല അടിപൊളി ആൽമരണ്ട്. അവിടെ നമുക്ക് നിന്ന് ഭയങ്കര കാം ആൻഡ് കൂളായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. നമുക്ക് നല്ലൊരു പോസിറ്റീവ് വൈബ് നമുക്ക് കിട്ടും കേട്ടോ. അവിടുന്ന് ചായ കുടിച്ച് പുട്ടും കടലക്കറിയായിരുന്നു കഴിച്ചത്. പിന്നെ ബസ് കയറി അപ്പം തന്നെ എൻ്റെ അമ്മ ഉറങ്ങും. കാരണം ഛർദി വരാതിരിക്കാനുള്ള ഗുളിക കുടിക്കുന്നുണ്ട്. വേഗം ഉറങ്ങും കേട്ടോ. ക്ഷീണം വന്നിട്ട് ഞങ്ങൾ അമ്പലത്തിൽ പോയത് നമ്മുടെ സോമസ്വാമി, നാട്ടിൽ തന്നെയുള്ള സോമസ്വാമി, അദ്ദേഹത്തിൻ്റെ വൈഫും കോർഡിനേറ്റ് ചെയ്യുന്ന ട്രാവൽസിൻ്റെ കൂടെ ആട്ടോ. നല്ല അടിപൊളി ട്രാവൽസ് ആണ്. എക്സ്പെഷ്യലി അവരെ ആ ഒരു കോർഡിനേഷനാണ് എടുത്തു പറയാനുള്ളത്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ചെറുപ്പത്തിൽ സ്കൂളിൽ നിന്നൊക്കെ യാത്ര പോകാറില്ലേ, ട്രിപ്പ്. അപ്പോൾ നമ്മൾ തിരിച്ച് ബസ്സിൽ വരുന്ന സമയത്ത് ഇവർ ഇങ്ങനെ എണ്ണൂലേ, നമ്മൾ തല എണ്ണൂലേ എല്ലാവരും കയറിക്കുന്നതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെയാണ് ബസ്സിൽ പ്രോപ്പറായിട്ട് ആളുകളെയൊക്കെ ചെക്ക് ചെയ്ത് അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ എന്നൊക്കെ നോക്കി. ഇപ്പം നമ്മൾ വരാൻ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ എന്തുകൊണ്ടാണ് ലേറ്റ് ആയെന്നൊക്കെ വിളിച്ച് ചോദിക്കുക, അല്ലെങ്കിൽ അവരെടുത്ത് പോവുക. അപ്പം നല്ല മാന്യമായ രീതിയിലാണ് ഇവരെ ഒരു പെരുമാറ്റമൊക്കെ. എക്സ്പെഷ്യലി എടുത്ത് പറയാനുള്ള മാന്യമായ രീതിയിൽ. കാരണം ആരെയും വെറുപ്പിച്ച് സംസാരിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ 4ഓ 5ഓ വട്ടമാണ് ഇവരെ കൂടെ പോകുന്നത്. കൊട്ടിയൂരിൽ മാത്രമല്ല വേറെ കുറേ അമ്പലങ്ങളിൽ പോകുന്നത്. എല്ലായിടത്തും എടുത്തു പറയാനുള്ള ഇവരെ വേ ഓഫ് ടോക്കിംഗ്. നമുക്ക് ഒരാളെ നമ്മൾ ഇഷ്ടപ്പെടുക എങ്ങനെയാണ്, അവരെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന രീതി കണ്ടിട്ടാണല്ലേ. അപ്പോൾ ഇവരെ അപ്രോച്ചിങ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഞാൻ പൊക്കി പറയല്ല, ഉള്ളത് പറയാണ്. അത് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. വൺസ് ഇവരെ കൂടെ പോയാലേ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം അത്രയും അടിപൊളിയാണ്. കാരണം ഇതിന് മുന്നേ പല ആളുകളുടെ കൂടെ ഞാൻ അമ്പലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ അതെന്ന് വെച്ച് നോക്കുമ്പോൾ ഒരു ബെറ്ററായിട്ട് എനിക്ക് എപ്പോഴും സജസ്റ്റ് ചെയ്യാനുള്ള ഇവരെ തന്നെയാണ്. കാരണം നമുക്ക് ഒരു സമാധാനം. അപ്പം നമുക്കിപ്പം നമ്മൾ പോവാണ്ട് അമ്മേനെ മാത്രമൊക്കെ ആയിട്ട് പറഞ്ഞു വിടാണെങ്കിലും ഭയങ്കര സേഫാണ് കേട്ടോ. അങ്ങനെ വീട്ടിലെത്തിയത് 4 മണിക്കാണ്. അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു കേട്ടോ. അപ്പം ഇനി നമുക്ക് നാളെ കാണാവേ.